അപ്പോഴേ എന്റെ കയ്യിലിരിക്കുന്ന ഈ പയറുകൾ കണ്ടോ, ഇതിന്റെ നിറം നിങ്ങൾ ശ്രദ്ധിച്ചു, നല്ല വയലറ്റ് നിറമല്ലേ. അപ്പൊ ഈ ഒരു പയറിന്റെ പേരാണ് വൈജയന്തി കേട്ടോ. അപ്പൊ ഈ വൈജയന്തി പയർ മുതൽ ഒരു 2-3 വെറൈറ്റി പയർ നമ്മുടെ കൃഷിയിടത്ത് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്റെ പയർ കൃഷിനെ പറ്റിയിട്ടാണ് കേട്ടോ, ഈ മഴക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന പയർ കൃഷി. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് ഞാൻ ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം. എന്റെ കൃഷിയിടത്തിൽ ഞാൻ നട്ടിട്ടുണ്ടായിരുന്ന പയറിനകത്തൊക്കെ പൂ പിടിച്ചിട്ട് ഇപ്പൊ നല്ലപോലെ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ട് 3 വെറൈറ്റീസ് ആയിരുന്നു നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. അർക്കമംഗള, വൈജയന്തി, അതുപോലെ തന്നെ കാർക്കൂന്തൽ എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാം നമ്മുടെ നാടൻ ഇനങ്ങളാണ്. ഈ ഒരു 3 വെറൈറ്റീസ് ആണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ ഇപ്പൊ അടിപൊളിയായിട്ട് പൂ ഇട്ട് കാഴ്ച തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാഴ്ചയിലേക്ക് ഞാൻ കൊണ്ടുപോകാം കേട്ടോ. കണ്ടോ, ഇതാണ് വൈജയന്തി പയർ കേട്ടോ. വൈജയന്തി പയറിനകത്ത് ഇതാ ഒരു കൊലക്കകത്ത് 3 പയറൊക്കെ വെച്ചിട്ടാണ് പിടിച്ച് നിൽക്കുന്നത്. അത് എല്ലാത്തിലും ഒരേപോലെയാണ് കേട്ടത്. ഒരുപാട് പയർ ഒരുമിച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ. അതാ ഇവിടെയൊക്കെ നല്ല അടിപൊളി ഈൽഡ് തരുന്നൊരു വെറൈറ്റിയാണ്. അതിന്റെ കളറും ഒരു അട്രാക്ഷനാണ്. നല്ല വൈലറ്റ് കളറാണ്. ചില സമയത്ത് ഇതിനകത്ത് ഒരു റെഡിഷ് കളറും വരുന്ന കാണാം. ഇത് നല്ല വൈലറ്റ് കളറാണ് കേട്ടോ. ഒരുപാട് പയർ പിടിക്കുന്നത്. താഴെ എല്ലാം പിടിച്ച് കിടക്കുക പയർ. അതുപോലെ തന്നെ ഇവിടെ എല്ലാം എന്താ, ഇവിടെ എല്ലാം ചെറിയ ചെറിയ പയറിൻ്റെ തിരികൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം പൂക്കളും ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വൈജയന്തി പയറിൻ്റെ വിശേഷം. ഇതിപ്പോൾ പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇഷ്ടം പോലെ പിടിക്കുന്ന പൂക്കളായി നിൽക്കുന്നുണ്ടോ. നിറച്ച് കായ്ഫലം തരുന്ന ഒരു വെറൈറ്റി പയറാണ്. മഴക്കാലത്ത് നമുക്ക് അടിപൊളിയായിട്ട് പയർ കൃഷി ചെയ്യാം. ഇപ്പം നിലവിൽ മഴയാണ് ഇവിടെ, എന്നിട്ട് കൂടി നല്ല വിളവാണ് നമുക്ക് ഈ പയറിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. എല്ലാം പയറാണ് കിടക്കുന്നത്. മൊത്തം വൈജയന്തി പയറാണ്. ഇതൊക്കെ പറിക്കാറായിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പയർ കിടക്കുന്നുണ്ട്. ഇവിടെയും പുറകിലൊക്കെ ആയിട്ട് ഒരുപാട് പയറുകൾ കിടക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേറൊരു വെറൈറ്റി കൂടെ കാണിച്ചു തരാം. അടുത്ത പയറെന്ന് പറഞ്ഞാൽ അർക്കമംഗളയാണ്. അർക്കമംഗളക്കകത്ത് നല്ലപോലെ പയർ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല പച്ച നല്ല വണ്ണമുള്ള പയറായിരിക്കും. ഇതിനി ഒരു 2 ദിവസം കൂടെ നിന്നിട്ടായിരിക്കും നമ്മൾ പറിക്കുന്നത് കേട്ടോ. കാർക്കൂന്തൽ പയർ ഇതുവരെയും പിടിച്ചിട്ടില്ല. ഈ സൈഡിൽ നിൽക്കുന്നതെല്ലാം കാർക്കൂന്തലാണ്. ഇതുവരെ അതിനകത്ത് കായ ആയിട്ടില്ല. ഫ്ലവറിങ് ആയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഫ്ലവറിങ് ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 നല്ല ടോപ്പ് വെറൈറ്റീസാണ്. നമ്മുടെ മഴക്കാലത്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി വെറൈറ്റീസാണ്. അപ്പോൾ ഇതിൻ്റെ സീഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ ഇതിൻ്റെ സീഡ്സ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. നമ്മുടെ മഴക്കാലത്തൊക്കെ നല്ലപോലെ കൃഷി ചെയ്യാൻ പറ്റിയുള്ള വെറൈറ്റികളാണ് ഈ ഒരു 3 വെറൈറ്റി പയറിനങ്ങൾ കേട്ടോ.